ഇറാനിലെ ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും ആക്രമണം തുടങ്ങിയതോടെ അമേരിക്കയ്ക്ക് ഇറാന്റെ അന്ത്യശാസനം. 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ സമ്പൂർണ്ണ നശീകരണ ശൈലിയിലേക്ക് ഇറാൻ നീങ്ങുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് വ്യക്തമാക്കി. യുദ്ധം 2 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചകളും നിയന്ത്രിത തിരിച്ചടിയും ഉണ്ടാകില്ല. അമേരിക്കയെ ഇറാനിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒരതിർത്തികളും ഇറാന് തടസ്സമാവില്ലെന്നും IRGC വ്യക്തമാക്കി. ഭീഷണിക്ക് പിന്നാലെ ഹോർമുസിൽ തായ് കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. US ഇറാന്റെ ഊർജ്ജ വൈദ്യുതി മേഖലകളെ ആക്രമിച്ചാൽ ചെങ്കടലിലെ എണ്ണക്കപ്പൽ പാതകൾ തടയാൻ യമനിലെ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ യൂറോപ്പിൽ നിന്ന് അമേരിക്കൻ പോർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹോർമുസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്തുന്ന ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് വീണ്ടും കനത്ത വ്യോമാക്രമണങ്ങൾ നടത്തി. ഇറാനിലെ തന്ത്രപ്രധാനമായ 2 പാലങ്ങളും റെയിൽവേ ജംഗ്ഷനുകളും തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണങ്ങളിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ ആരോപിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ തകർന്ന പാലങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള നടപടികൾക്ക് പിന്നാലെ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും അമേരിക്ക ആക്രമണം വ്യാപിപ്പിച്ചിരുന്നു. തുടർച്ചയായ 6ാം രാത്രിയിലും US സൈന്യം ഇറാനിൽ നടത്തിയ വൻ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US ആക്രമണത്തിന് കനത്ത മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ ഗൾഫ് മേഖലയിലുള്ള US സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. സിറിയയിലെ US സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. കൂടാതെ ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളെയും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇറാൻ ഊർജ്ജ മേഖലയിൽ ആക്രമണം തുടർന്നാൽ ചെങ്കടലിലെ എണ്ണക്കപ്പൽ പാതകൾ പൂർണ്ണമായി തടയാൻ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂറോപ്പിൽ നിന്ന് കൂടുതൽ അമേരിക്കൻ പോർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും അമേരിക്ക ഇറാനിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച IRGC അതിർത്തികൾ തങ്ങൾക്ക് തടസ്സമല്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ ഈ പുതിയ ഏറ്റുമുട്ടൽ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം ആഗോള സമ്പദ് വ്യവസ്ഥയും എണ്ണ വിപണിയെയും ബാധിക്കുന്ന ഭീഷണിയായി വളർന്നിരിക്കുകയാണ്. ചർച്ചകളോ നിയന്ത്രിത തിരിച്ചടികളോ ഇനി ഉണ്ടാകില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ലോകശക്തികൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ എവിടെയും കാണാനില്ല എന്നത് ആഗോള സമൂഹത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ US സംഘർഷം രൂക്ഷമായതോടെ ആക്രമണം ജനവാസ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ബന്ദർ ഖമീർ തുറമുഖത്ത് 5 പാലങ്ങൾ US സേന ബോംബിട്ട് തകർത്തു. ഇറാൻ തുറമുഖത്തു നിന്നുള്ള എണ്ണക്കപ്പൽ US നാവികസേന പിടിച്ചെടുത്തു. ഒമാൻ തീരത്തും സൊമാലിയൻ കടൽക്കൊള്ളക്കാർ കപ്പൽ ആക്രമിച്ചു. കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. സിറിയയിലെ തൻഫ് US സേനാ താവളത്തിലും ജോർദാനിലെ US താവളത്തിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് സിറിയയിൽ ഇറാന്റെ ആക്രമണം. സിറിയയിലെ ആക്രമണത്തിൽ US സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അവകാശപ്പെട്ടെങ്കിലും US സേനയും സിറിയയും നിഷേധിച്ചു. ഇറാൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാനും പറയുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളിൽ ഇറാന്റെ ആക്രമണം നടക്കുകയാണ്. ഖത്തർ ഉൾപ്പെടെയുള്ള US സഖ്യകക്ഷി ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാനെതിരെ US സൈന്യം വീണ്ടും ആക്രമണം ആരംഭിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായത്. US സെൻട്രൽ കമാൻഡ് ഇറാൻ ലക്ഷ്യമാക്കി തുടർച്ചയായ 7ാം രാത്രിയിലുമാണ് ആക്രമണം നടത്തുന്നത്. കുവൈറ്റിലെയും ജോർദാനിലെയും 1-ലധികം US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. ചബഹാർ തുറമുഖത്തെ ടവർ ആക്രമണത്തിൽ തകർന്നതായി ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചു. എന്നിരുന്നാലും തുറമുഖത്തിന്റെ ബെർത്തുകൾ, ചരക്ക് കൈകാര്യം ചെയ്യുന്ന ഉപകരണങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും സാധാരണ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാൻ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇറാൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.